അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേത് ആകുന്നു. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. തന്നെ അനുഗമിക്കുന്ന ജനത്തോട് വിലയേറിയ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് യേശു പറയുകയാണ്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് നാം കേട്ടത്. ഈ സമയത്താണ് ചിലർ തങ്ങളുടെ മക്കളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ആ കുഞ്ഞുങ്ങളെ യേശു ഒന്ന് തുടയണം, അതായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ ശിഷ്യന്മാർ അത് കണ്ട് അവരെ ശാസിച്ചുവെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് കേട്ട യേശു പറയുന്ന വാക്കുകളാണ്, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം കേട്ട വേദവാക്യത്തിൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക് തങ്ങളുടെ മക്കളെ കൊണ്ടുവന്ന മാതാപിതാക്കളെ കാണുവാൻ കഴിയും. അവർ മാതാവാണോ പിതാവാണോ മറ്റു വല്ലവരുമാണോ എന്ന് നമുക്കറിയില്ല. ചിലർ കൊണ്ടുവന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ചിലർ എന്ന പട്ടികയിൽ നാം ഓരോരുത്തരും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം കുട്ടികൾ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ അവരിൽ പാപമില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാരണം. നിഷ്കളങ്കമായൊരു ഹൃദയം കുഞ്ഞുങ്ങൾക്കുണ്ട് എന്നത് മറ്റൊരു കാരണമാണ്. ലോകത്തിൻ്റെ വക്രതയോ കോട്ടമോ അവരുടെ മനസ്സിൽ കയറിയിട്ടില്ല എന്നതും ഒരു കാരണമാണ്. കുട്ടികളെ എളുപ്പത്തിൽ ദൈവിക വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ കഴിയുമെന്നതും യേശു അവരെ ഇഷ്ടപ്പെടുന്നതിനുള്ള കാരണമാണ്. ഒരു സത്യാന്വേഷി കേൾക്കുന്ന ഏത് കാര്യവും കണ്ണടച്ച് വിശ്വസിക്കുകയില്ല. എന്നാൽ കേൾക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് ബൈബിളിൽ പരിശോധിക്കുകയും ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സത്യമാണോ എന്ന് ലോക സംഭവങ്ങളുമായി ചേർത്ത് വെച്ച് പഠിക്കുകയും ചെയ്ത് സത്യമാണെന്ന് മനസ്സിലായാൽ ആ സത്യാന്വേഷിയുടെ വിശ്വാസം 100 വർഷം പഴക്കമുള്ളതാണെങ്കിലും സത്യം വിശ്വസിക്കുവാൻ ആ വ്യക്തി തയ്യാറാകും. കുട്ടികൾ എപ്പോഴും സത്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിഷ്കളങ്ക ഹൃദയം ഉള്ളവരാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കപടമില്ലാത്തൊരു ഹൃദയം കുട്ടികൾക്കുണ്ട്. അതുപോലെ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ മാതാപിതാക്കളിൽ ആശ്രയിക്കുവാനുള്ള വിശ്വാസമുണ്ട്. മാതാപിതാക്കൾ ഇവിടെ പോകുമ്പോൾ കുട്ടികൾ അവർക്കൊപ്പം പോകുവാൻ താല്പര്യപ്പെടുന്നതിന് കാരണം അവർക്ക് തങ്ങളുടെ മാതാപിതാക്കൾ ഒരു ആശ്വാസമായിരിക്കും എന്ന വിശ്വാസമാണ്. കുട്ടികളുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റി കൊടുക്കുമെന്ന പ്രത്യാശ അവർക്കുണ്ട്. അതുപോലെ തന്നെ തന്നിൽ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ പല വ്യക്തികളും ശിഷ്യന്മാരെ പോലെ എതിർക്കുവാൻ സാധ്യതയുണ്ട്. ആരെതിർത്താലും യേശുവിൻ്റെ സന്നിധിയിൽ വരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഒരു ആശ്വാസമാകുമെന്നതിന് സംശയമില്ല. എന്നാൽ കുട്ടികളായിരിക്കുമ്പോൾ അവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാത്ത മാതാപിതാക്കൾക്ക് ആ കുട്ടികൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഒരു പ്രതിസന്ധിയായി തീരുവാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളെ ബാല്യത്തിൽ അടിച്ചു വളർത്തേണ്ടത് ആവശ്യമാണ്. അത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും നാം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ ജീവിക്കുകയും ആ ദൈവസ്നേഹത്തോടെ മക്കളെ വളർത്തി പരിപാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ള മക്കൾക്ക് നമ്മോട് ആക്രോശിക്കുവാൻ കഴിയുകയില്ല. കാരണം കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുന്നത് ദൈവാത്മാവാണ് എന്നതാണ് അതിന് കാരണം. ലീ ഹാർവി ഓസ്വാൾഡ് എന്നൊരു കുഞ്ഞ് അമേരിക്കയിൽ ജനിച്ചു. 2 മാസം പ്രായമുള്ളപ്പോൾ അവൻ്റെ പിതാവ് മരിച്ചു. അവൻ്റെ അമ്മ അവനെയും അവൻ്റെ സഹോദരനെയും അല്പവർഷങ്ങൾക്ക് ശേഷം ഒരു അനാഥാലയത്തിൽ ചേർത്തു. യേശുവിൻ്റെ അടുത്തേക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ടു ചെല്ലുവാൻ ആരും ഉണ്ടായിരുന്നില്ല.
ആ കുട്ടികളുടെ മാതാവ് മറ്റൊരു വിവാഹം കഴിച്ച് സുഖജീവിതം ആരംഭിച്ചു. ലീ ഹാർവി ഓസ്വാൾഡ് അനുവാദം കൂടാതെ സ്കൂളിൽ നിന്ന് മുങ്ങുന്ന സ്വഭാവക്കാരനായി തീർന്നു. അവന് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ചെറിയ പ്രായത്തിൽ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സ്വഭാവം അവനിൽ അങ്കുരിച്ചു. ബാല്യത്തിൽ തന്നെ അവനെ തടവിലാക്കി. അവിടെ നിന്ന് അവൻ ഇറങ്ങിയത് പരുക്കൻ സ്വഭാവത്തോടെയായിരുന്നു. അവൻ വളർന്നു വലുതായി. ഇന്ന് അവൻ അറിയപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകൻ എന്ന പേരിലാണ്. യേശുവിൻ്റെ അടുത്ത് ആരെങ്കിലും അവൻ എത്തിച്ചിരുന്നെങ്കിൽ ലീ ഹാർവി ഓസ്വാൾഡിൻ്റെ ജീവിതം മറ്റൊരു രീതിയിലാകുമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കുഞ്ഞ് ശമുവേൽ വെസ്ലി, സൂസന്ന വെസ്ലി എന്ന ദമ്പതികൾക്ക് ജനിച്ചു. ആ കുഞ്ഞിനെ അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ ദൈവസന്നിധിയിൽ ദൈവവചനമാകുന്ന ബൈബിൾ വായിക്കുകയും അതിൽ അനുസരിക്കുവാനായി ദൈവം കൽപ്പിച്ചെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ മക്കൾക്ക് മാതൃക കാണിച്ച് ജീവിച്ചതിനാൽ അവരുടെ മകനും ആ യേശുവിനെ പിൻപറ്റി. ഈ ഭൂമിയിൽ ലഭിക്കുമായിരുന്ന നല്ല വിദ്യാഭ്യാസവും കഴിവും യേശു അവന് കൊടുത്തു. ദൈവാത്മാവിൽ നിറഞ്ഞ് പാപം ചെയ്യാതെ ബൈബിൾ അനുസരിച്ചുകൊണ്ട് ആ കുഞ്ഞ് വളർന്നു വലുതായി. അവൻ്റെ യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ട് അനേകരും തങ്ങളുടെ പാപ സ്വഭാവം ഉപേക്ഷിച്ചു. സിഗരറ്റ് വലിച്ചുകൊണ്ട് തൻ്റെ പ്രസംഗം നടക്കുന്ന ഗ്രൗണ്ടിനരികെ ആരെങ്കിലും വന്നാൽ ആ നിമിഷം സിഗരറ്റ് വലിച്ച് എറിഞ്ഞു കളഞ്ഞ് മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം യേശുവിൻ്റെ ആത്മാവ് ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കും വിധം ആ പ്രസംഗിനെ ദൈവാത്മാവ് ഉപയോഗിച്ചു. ആ വ്യക്തിയാണ് ജോൺ വെസ്ലി. അവൻ്റെ ചെറിയ പ്രായത്തിൽ തൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതവും ദൈവഭയവും ദൈവത്തോടുള്ള അനുസരണയും ദൈവവചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന സ്വഭാവവും കണ്ടു വളർന്നതിനാൽ ആരുടെയും പ്രേരണയില്ലാതെ തന്നെ ജോൺ വെസ്ലി ഒരു ദൈവമകനും അനേകരെ പാപത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും രക്ഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ പ്രസംഗകനുമായി തീർന്നു. നമ്മുടെ പാപങ്ങളും ദൈവത്തോടുള്ള അനുസരണക്കേടും കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ അടുക്കൽ പോകാതിരിക്കുവാനുള്ള തടസ്സങ്ങളാണെന്ന് മനസ്സിലാക്കി ഒരു വിശുദ്ധ ജീവിതം നാം നയിക്കുന്നുവെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ശമൂവേൽ ബാലിനെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ മക്കളായി പാപത്തെ വെറുത്ത് ജീവിക്കും. മറിച്ചായാൽ നമുക്കും നമ്മുടെ സമൂഹത്തിനും അത് വ്യസനകാരണമായി തീരുവാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവവചനം വായിക്കുന്നതിനും അത് അനുസരിച്ച് ജീവിക്കുന്നതിനും തയ്യാറായിക്കൊണ്ട് നമ്മുടെ മക്കളുടെ മുമ്പിൽ മാതൃകയോടെയാണോ ജീവിക്കുന്നത്? എന്നാൽ ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക. കാരണം മക്കൾ നിങ്ങൾക്കൊരു ആശ്വാസകനും വാർദ്ധക്യത്തിലെ പോഷകയും ആയി തീരും. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ അതിന് തുടക്കം കുറിക്കാം. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കൊരു ആശ്വാസമായി തീരും. ആകയാൽ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ധൈര്യത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുന്നവരുണ്ടെങ്കിൽ ദൈവസ്നേഹത്തോടെ അവരെ ശാസിച്ച് വളർത്തുവാൻ തക്ക കൃപ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ മടിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് അതിൽ നിന്നൊരു വിടുതൽ കൊടുത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുവുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ സാഹചര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ, കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.